എല്ലാവർക്കും സ്ലേറ്റ് ആൻഡ് പെൻസിലിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ആൻഡ്രോയിഡ് പ്രോഗ്രാമിങ്ങിൽ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിരിക്കുന്ന ടോപ്പിക്കാണ് കണ്ടൻറ്റ് പ്രൊവൈഡേഴ്സ്. ഇനി അതിൽ വരുന്ന ടോപ്പിക്കാണ് സ്ട്രക്ചർ ഓഫ് ആൻഡ്രോയിഡ് കണ്ടൻറ്റ് URI. ഒരു ആപ്ലിക്കേഷന് വേറൊരു ആപ്ലിക്കേഷൻ്റെ ഡാറ്റാസ് റിട്രീവ് ചെയ്യുന്നതിനും ഷെയർ ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് കണ്ടൻറ്റ് പ്രൊവൈഡേഴ്സ് യൂസ് ചെയ്യുന്നത്. അതായത് നമുക്ക് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഇമേജ് സ്റ്റോർ ചെയ്തിടണമെങ്കിൽ ഗാലറി എന്ന ആപ്ലിക്കേഷനിൽ നിന്നുള്ള ഡാറ്റാസ് വേണം. അതിന് സപ്പോർട്ട് ചെയ്യുന്ന മെക്കാനിസം ആണ് ശരിക്കുന്നത് കണ്ടൻറ്റ് പ്രൊവൈഡേഴ്സ്. വെനെവർ യു വാണ്ട് ടു ആക്സസ് ഡാറ്റ ഫ്രം എ കണ്ടൻറ്റ് പ്രൊവൈഡർ യു ഹാവ് ടു സ്പെസിഫൈ എ URI. ഇപ്പോൾ കണ്ടൻറ്റ് പ്രൊവൈഡറിൽ നിന്ന് ഡാറ്റ എടുക്കണമെങ്കിൽ നമ്മളൊരു പർട്ടിക്കുലർ അഡ്രസ്സ്, അതായത് URI സ്പെസിഫൈ ചെയ്യേണ്ടതുണ്ട്. URI എന്ന് പറഞ്ഞാൽ എന്താണ്? യൂണിഫോം റിസോഴ്സ് ഐഡൻറ്റിഫയർ. ഓരോ ഡാറ്റയ്ക്കും യുണീക്ക് ആയിട്ടുള്ള URI ഉണ്ടായിരിക്കും. ആ ഒരു URI സ്പെസിഫൈ ചെയ്താലേ ഡാറ്റാസൊക്കെ ആക്സസ് ചെയ്യാൻ കഴിയുകയുള്ളൂ. ടു ക്വറി എ കണ്ടൻറ്റ് പ്രൊവൈഡർ യു സ്പെസിഫൈ ദി ക്വറി സ്ട്രിംഗ് ഇൻ ദ ഫോം ഓഫ് എ URI ആൻഡ് ഹാസ് ദി ഫോളോയിങ് ഫോർമാറ്റ്: സ്കീം, അതോറിറ്റി, പാത്ത്, ID. സോ ഇറ്റ് ഹാസ് 4 പാർട്സ്. ഒരു ക്വറി സ്ട്രിങ്ങിൻ്റെ ഫോർമാറ്റാണ് സ്കീം, അതോറിറ്റി, പാത്ത്, ID. സ്കീം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്കീമിൽ ഉണ്ടായിരിക്കുക ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിരിക്കും, അതായത് കണ്ടൻറ്റ്. ദെൻ അതോറിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊവൈഡറിൻ്റെ സിംബോളിക് നെയിമാണ് ശരിക്കുന്നത് അതോറിറ്റി. ഫോർ എക്സാമ്പിൾ കോണ്ടാക്റ്റ്, ബ്രൗസർ തുടങ്ങിയവയൊക്കെ. ദെൻ പാത്ത്, അതായത് റിക്വയർഡ് ഡാറ്റയുടെ അഡ്രസ്സാണ് ശരിക്കുന്നത് പാത്ത് എന്ന് പറഞ്ഞാൽ. ദെൻ ID, അപ്പം നമുക്ക് വേണ്ട എക്സാക്റ്റ് ഡാറ്റയുടെ ID ആണ് ശരിക്കും ID കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതൊരു ന്യൂമറിക് വാല്യൂ ആയിരിക്കും. നെക്സ്റ്റ്, റീഡിംഗ് ഡാറ്റ യൂസിങ് URI. ടു റിട്രീവ് ഡാറ്റ ഫ്രം എ കണ്ടൻറ്റ് പ്രൊവൈഡർ യു നീഡ് ടു യൂസ് URIs സപ്ലൈഡ് ബൈ ദാറ്റ് കണ്ടൻറ്റ് പ്രൊവൈഡർ. ഒരു കണ്ടൻറ്റ് പ്രൊവൈഡറിൽ നിന്ന് ഡാറ്റ റിട്രീവ് ചെയ്യണമെങ്കിൽ ആ കണ്ടൻറ്റ് പ്രൊവൈഡർ സപ്ലൈ ചെയ്യുന്ന URIs യൂസ് ചെയ്യേണ്ടതുണ്ട്. Because the URIs defined by a content provider are unique to that provider, it is important that these URIs are documented and available to the programmers to see and then call. കണ്ടൻറ്റ് പ്രൊവൈഡേഴ്സ് സപ്ലൈ ചെയ്യുന്ന URIs എല്ലാം യുണീക്ക് ആയിരിക്കും. അതുപോലെ URIs എല്ലാം ഡോക്യുമെൻ്റ് ചെയ്തിരിക്കുകയും പ്രോഗ്രാമേഴ്സിന് അവൈലബിൾ ആയിരിക്കുകയും വേണം. ദി പ്രൊവൈഡേഴ്സ് ദാറ്റ് കം വിത്ത് ആൻഡ്രോയിഡ് do this by defining constants represent these URI strings. ഓരോ URI സ്ട്രിങ്ങിനെയും റെപ്രസെൻ്റ് ചെയ്യുക കോൺസ്റ്റൻസ് ഡിഫൈൻ ചെയ്തിട്ടാണ്. നെക്സ്റ്റ്, യൂസിങ് ആൻഡ്രോയിഡ് കേഴ്സർ. എ കേഴ്സർ റെപ്രസെൻറ്റ് ദി റിസൾട്ട് ഓഫ് എ ക്വറി ആൻഡ് ബേസിക്കലി പോയിൻറ്റ്സ് ടു വൺ റോ ഓഫ് ദി ക്വറി റിസൾട്ട്. നമ്മൾ ഒരു ക്വറി എക്സിക്യൂട്ട് ചെയ്താൽ ഒരു റിസൾട്ട് കിട്ടും. ആ ക്വറിയുടെ റിസൾട്ടിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന കൺസെപ്റ്റാണ് ശരിക്കും കേഴ്സർ എന്ന് പറഞ്ഞാൽ. ബേസിക്കലി അത് പോയിൻ്റ് ചെയ്യുന്നത് ക്വറി റിസൾട്ടിൻ്റെ ഒരു റോയിലേക്കാണ്. ഇറ്റ് ഈസ് ആൻ ഇൻ്റർഫേസ് വിച്ച് റെപ്രസെൻറ്റ്സ് എ 2-dimensional ടേബിൾ ഓഫ് എനി ഡാറ്റാബേസ്. ഏതൊരു ഡാറ്റാബേസിൻ്റെ ആയാലും ഒരു 2-dimensional ടേബിൾ പോലെയാണ് ഇത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. വെൻ റിട്രീവിംഗ് ഡാറ്റ യൂസിങ് സെലക്ട് സ്റ്റേറ്റ്മെൻറ്റ്, ഡാറ്റാബേസ് വിൽ ഫസ്റ്റ് ക്രിയേറ്റ് കേഴ്സർ ഒബ്ജക്റ്റ് ആൻഡ് റിട്ടേൺ ഇറ്റ്സ് റെഫറൻസ്. സെലക്ട് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് ഡാറ്റ റിട്രീവ് ചെയ്യുമ്പോൾ ഡാറ്റാബേസ് ആദ്യം കേഴ്സർ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യും, എന്നിട്ട് അതിൻ്റെ റെഫറൻസ് റിട്ടേൺ ചെയ്യും. ദി പോയിൻ്റർ ഓഫ് ദിസ് റിട്ടേൺഡ് റെഫറൻസ് ഈസ് പോയിന്റ് ടു ദി 0th ലൊക്കേഷൻ വിച്ച് ഈസ് അതർവൈസ് കോൾഡ് ആസ് ബിഫോർ ഫസ്റ്റ് ലൊക്കേഷൻ ഓഫ് ദി കേഴ്സർ. നമ്മുടെ ക്വറി റിസൾട്ട് സ്റ്റോർ ചെയ്യുന്നത് കേഴ്സർ ഒബ്ജക്റ്റിലേക്ക് ആയിരിക്കും. ആ കേഴ്സർ ഒബ്ജക്റ്റിൻ്റെ പോയിൻ്റർ എന്ന് പറയുന്നത് എപ്പോഴും ഡീഫോൾട്ടായിട്ട് പോയിൻ്റ് ചെയ്യുന്നത് 0th ലൊക്കേഷനിലേക്കാണ്. ആ 0th ലൊക്കേഷനെ നമ്മൾ ബിഫോർ ഫസ്റ്റ് ലൊക്കേഷൻ എന്നും പറയാറുണ്ട്. ടു റിട്രീവ് ഡാറ്റ ഫ്രം കേഴ്സർ വി ഹാവ് ടു മൂവ് ടു ദി ഫസ്റ്റ് റെക്കോർഡ് യൂസിങ് മൂവ് ടു ഫസ്റ്റ്. കേഴ്സറിൽ നിന്ന് ഡാറ്റ റിട്രീവ് ചെയ്യണമെങ്കിൽ മൂവ് ടു ഫസ്റ്റ് മെത്തേഡ് കോൾ ചെയ്തിട്ട് ഫസ്റ്റ് റെക്കോർഡിലേക്ക് മൂവ് ചെയ്യേണ്ടതുണ്ട്. Move to first method takes the cursor point to the first location and data in the first record can be accessed. Move to first method cursor pointer ne ഫസ്റ്റ് ലൊക്കേഷനിലേക്ക്, അതായത്
പോയിന്റർ എവിടെയായിരുന്നാലും ഫസ്റ്റ് ലൊക്കേഷനിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അങ്ങനെ ഫസ്റ്റ് റെക്കോർഡിലെ ഡാറ്റയെ ആക്സസ് ചെയ്യാൻ കഴിയും. മൂവ് ടു നെക്സ്റ്റ് ടു ഗെറ്റ് ദി നെക്സ്റ്റ് ഡാറ്റ ഫ്രം കേഴ്സർ. നെക്സ്റ്റ് ഡാറ്റ കിട്ടാൻ വേണ്ടി കോൾ ചെയ്യുന്ന മെത്തേഡാണെന്ത്? മൂവ് ടു നെക്സ്റ്റ്. മൂവ് ടു ലാസ്റ്റ് ഡാറ്റ ഇൻ ദി റിസൾട്ട്. അപ്പം റിസൾട്ടിലെ ലാസ്റ്റ് ഡാറ്റ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡാണെന്ത്? മൂവ് ടു ലാസ്റ്റ്. അതുപോലുള്ള മറ്റൊരു മെത്തേഡാണ് മൂവ് ടു പ്രീവിയസ്. തൊട്ട് മുന്നത്തെ ഡാറ്റ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡാണ് മൂവ് ടു പ്രീവിയസ്. ദെൻ ഈസ് ആഫ്റ്റർ ലാസ്റ്റ്. ഒരു ക്വറി റിസൾട്ടിൻ്റെ എൻഡ് എത്തിയോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു മെത്തേഡാണിത് ഈസ് ആഫ്റ്റർ ലാസ്റ്റ്. ദെൻ ഈസ് ബിഫോർ ഫസ്റ്റ്. കേഴ്സർ നോർമലി 0th പൊസിഷനിൽ ആയിരിക്കും. അപ്പം അത് തന്നെയാണോ എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡാണിത് ഈസ് ബിഫോർ ഫസ്റ്റ്. ദെൻ ഗെറ്റ് കൗണ്ട് ടു ഫൈൻഡ് ദി നമ്പർ ഓഫ് റോസ് ഇൻ എ കേഴ്സർ. ഒരു കേഴ്സറിൽ എത്ര നമ്പർ ഓഫ് റോസ് ഫെച്ച് ചെയ്തിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഗെറ്റ് കൗണ്ട് മെത്തേഡ് കോൾ ചെയ്യുന്നത്.